Hello guys, once again welcome back to another episode of The Nutshell. Everything you need to know. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് നടന്നു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. അത് എക്സാക്ട്ലി പറയുന്നത് ജൂലൈ 5th. അത് ഭയങ്കര സെൻസേഷണൽ ന്യൂസായി മാറിയിരിക്കുകയാണ്. ഫുൾ ഇന്ത്യൻ ന്യൂസ് മീഡിയ ഒക്കെ ആ ഒരു ടോപ്പിക്കാണ് സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ. സോ ഇന്ന് നമ്മൾ ആ ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യൂ. എന്നാൽ മാത്രമേ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. സോ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഗോൾഡ് സ്മഗ്ലിംഗ്. ഈ ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് വെച്ചാൽ വേറൊരു കൺട്രിയിൽ നിന്ന് നമ്മളെ ഇന്ത്യയിലേക്ക് പ്രോപ്പർ വേ അല്ലാണ്ട് ഇംപ്രോപ്പർ വേയിൽ ഗോൾഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഗോൾഡ് ഇങ്ങോട്ട് കൊണ്ടുവരും, നമ്മളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഗോൾഡ് സ്മഗ്ലിംഗ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്, ഒരുപാട് നടക്കുന്നത്. അതിൽ ചിലത് പിടിക്കപ്പെടുന്നുണ്ട്, പിടിക്കപ്പെടാതെ പോകുന്നുണ്ട്. സോ ഇഷ്ടംപോലെ നടക്കുന്നത് ഗോൾഡ് സ്മഗ്ലിംഗ്. അന്നേരമാണ് ഈ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ചിലവരെയും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഒരു കഴിഞ്ഞ ജൂലൈ 5th നടന്ന ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ഇത്രയും അധികം സെൻസേഷൻ ആകാനുള്ള റീസൺ എന്താണ്? അവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്. ആ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഇതൊരു സാധാരണ ഒരു കാഗോ വഴിയോ അല്ലെങ്കിൽ സാധാരണ ഒരാളിങ്ങനെ ഓർഡിനറി സ്മഗ്ലിംഗ് ഒന്നും ആയിരുന്നില്ല. ഇതൊരു ഡിപ്ലോമാറ്റിക് കാഗോയിലാണ് ഈ ഗോൾഡ് സ്മഗിൾ ചെയ്തിരിക്കുന്നത്. ഈ ഡിപ്ലോമാറ്റിക് കാഗോ എന്ന് വെച്ചാൽ ഒരു കൺട്രി ടു കൺട്രി എന്തെങ്കിലും ഡോക്യുമെന്റ്സോ എന്തെങ്കിലും ഒബ്ജക്ട്സോ അങ്ങനെ എന്തെങ്കിലും സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഹൈലി ഒഫീഷ്യൽ കാഗോ ആണ് ഈ ഡിപ്ലോമാറ്റിക് കാഗോ. അതായത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ തിരിച്ച് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്തെങ്കിലും സാധനം ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ഐറ്റംസോ അതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് കാഗോയിലേക്ക് അയക്കാം. ഈ ഡിപ്ലോമാറ്റിക് കാഗോ എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഈ എയർപോർട്ട് അതോറിറ്റീസ്, എത്ര വലിയ എയർപോർട്ടിലെ അതോറിറ്റി ആയാലും കസ്റ്റംസ് ആയാലും എൻ ഐ ആയാലും ആരായാലും ആ ഒരു കാഗോ ചെക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് പെർമിഷൻസ് മസ്റ്റ് ആണ്. അല്ലാത്ത പക്ഷം അവർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നാഷണൽ ക്രൈമാണ് പെർമിഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അത്രയും ഒരു സീരിയസ്നെസ് എന്ന് പറഞ്ഞൊരു കാഗോ ആണത്. അത്രയും ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാഗോ ആണ് ഈ ഡിപ്ലോമാറ്റിക് കാഗോ. ആ ഒരു ഡിപ്ലോമാറ്റിക് കാഗോ റോങ് മെത്തേഡ് വഴി ഗോൾഡ് സ്മഗിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്രയും സെൻസേഷനുള്ള റീസൺ. ഇതിന്റെ സ്റ്റോറി എങ്ങനെയാന്ന് വെച്ചാൽ ഈ കസ്റ്റം ഓഫീഷ്യൽസിന് ഒരു അനോണിമസ് കോൾ വന്നു. അതായത് ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് കാഗോ വഴിയോ അല്ലെങ്കിൽ ഓർഡിനറി കാഗോ വഴി ഏതെങ്കിലും ഒരു വഴി ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഗോൾഡ് സ്മഗിൾ ചെയ്യുമെന്ന്. സോ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടി. സോ അത് ഫസ്റ്റ് അവർ അത്ര സീരിയസ് ആയിരുന്നില്ല. അപ്പം റാൻഡം ചെക്കിങ് ഓൾവേസ് ഉണ്ടാവില്ല എയർപോർട്ടിൽ. സോ അത് കുറച്ചും കൂടി ഒരു സ്ട്രിക്ട്ലി ഒരു ചെക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കുറച്ചും കൂടി ഡീപ്പായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ട് അവർക്ക് ഉറപ്പില്ലായിരുന്നു ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ റോങ് ആണെന്ന്. അപ്പൊ ജസ്റ്റ് അവർ സാധാരണ പോലെ തന്നെ ചെക്ക് ചെയ്ത് തുടങ്ങി. പിന്നീട് അങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു ഡിപ്ലോമാറ്റിക് കാഗോ വന്നത്. അപ്പൊ നേരത്തെ ഇവർക്ക് അനോണിമസ് ഇൻഫർമേഷൻ കിട്ടിയോണ്ട് അവർ ജസ്റ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ എല്ലാം വിളിച്ച് പെർമിഷൻ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അന്നേരം അവിടെ ചെറിയ ആർഗ്യുമെന്റ് നടന്നു. അതായത് ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഇല്ല, ഇങ്ങനെ ഡിപ്ലോമാറ്റിക് കാഗോ വരുന്നതോ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല അവർക്ക്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റി, കസ്റ്റംസിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയായിരിക്കും. അതുകൊണ്ട് കാഗോ അവരെ അറിവിൽ ഒന്നും വരാനില്ല, അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ കസ്റ്റംസിൽ നിന്ന്. സോ കസ്റ്റംസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല, ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ നിയമം തന്നെയാണ് ഡിപ്ലോമാറ്റിക് കാഗോ വന്ന് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആർഗ്യുമെന്റ്സ് ഒക്കെ നടന്നു. ശരി, ഓക്കെ, അവർ പെർമിഷൻ കൊടുത്തു, ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തു, അത് ചെക്ക് ചെയ്തോളാം, നമുക്ക് ഇതിലൊരു ഇഷ്യൂ ഇല്ല, നിങ്ങൾ ഡയറക്റ്റ്ലി ചെക്ക് ചെയ്തോളൂ എന്ന് ആ ഒരു പെർമിഷൻ കസ്റ്റംസിന് കൊടുത്തു. സോ പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അവിടെ സംഭവിച്ചത്. കാരണം ആ ഒരു ഡിപ്ലോമാറ്റിക് കാഗോ കാരണം ഒരു സെൻസേഷൻ ന്യൂസ് തന്നെ ക്രിയേറ്റ് ആയി. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ആ ഡിപ്ലോമാറ്റിക് കാഗോ വന്നു, ഇവര് പെർമിഷൻസ് എല്ലാം കിട്ടിയല്ലോ. സോ അവര് ഓപ്പൺ ചെയ്തു ആ ബോക്സ്. ഡിപ്ലോമാറ്റിക് കാഗോ ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ള ഒരു സാധാരണ ഓർഡിനറി ബോക്സ്, ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസോ അതിന്റെ ഒക്കെ ഒരു ബോക്സ് ആയിട്ടാണ് ഉള്ളത്. സോ അങ്ങനെ അവർക്ക് സസ്പീഷ്യസ് ആയിട്ട് ഡൗട്ട് അടിച്ചു. അതായത് ഈ ഒരു ബോക്സിൽ ഇത്രയും സില്ലി ആയിട്ടുള്ള ഒരു ബോക്സ് എന്താ ഒരു ഹൗസ് ഹോൾഡ് ഐറ്റംസോ ആരെങ്കിലും ഡിപ്ലോമാറ്റിക് കാഗോ വഴി അയക്കോ? അപ്പൊ അവർക്ക് അവിടെ ഡൗട്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്തു. ആ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അവർ കണ്ടതെന്ന് വെച്ചാൽ
കുറെ മെറ്റൽ പൈപ്സും ഈ ഡോർ ലോക്സും എയർ കംപ്രസേഴ്സും അങ്ങനെ ഒരുപാട് സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവർക്ക് വല്ലാണ്ട് ഡൗട്ട്, ഇത്രയും ഇവിടെ കോമണായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സംഭവം എന്താണ് ഈ ഒരു ഡിപ്ലോമാറ്റിക് കാർഗോ വഴി അയക്കാനുള്ള റീസൺ. സോ അവർ ജസ്റ്റ് റാൻഡംലി അവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ആ പൈപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അവര് ഉള്ളിൽ ഗോൾഡ് കാണാൻ പറ്റി. സോ അങ്ങനെ ആ ഇത് മൊത്തം ക്ലിയർ ചെയ്തു. ആ ഔട്ടർ ലെയർ ഫുള്ള് മാറ്റിയപ്പം അവിടുത്തെ എല്ലാ ഫുൾ എയർപോർട്ട് അതോറിറ്റി മൊത്തം ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം ആ ഒരു ഡിപ്ലോമാറ്റിക് ആകുക ആ പൈപ്പ് മൊത്തം ക്ലിയർ ചെയ്തപ്പോൾ ഔട്ടർ ലെയർ മാറ്റിയപ്പോൾ അവർ കണ്ടതെന്ന് വെച്ചാല് 30 kg ഗോൾഡ് അവർക്ക് കിട്ടിയത്. എല്ലാം അക്ലിമേറ്റ് ചെയ്ത് എല്ലാം കൂട്ടി വെച്ച് നോക്കിയപ്പോൾ അറൌണ്ട് 30 kg ഓഫ് ഗോൾഡ്, ദാറ്റ് വർത്ത് ഓഫ് 50 crore Indian rupees. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് 30 kg ഓഫ് ഗോൾഡ്, ദാറ്റ് വർത്ത് ഓഫ് rupees 15 crore. അത്രയും ഒരു ഇതായിട്ടുള്ള ഗോൾഡ് ഡിപ്ലോമാറ്റിക് കാർഗോ വഴി സ്മഗിൾ ചെയ്തു, വിച്ച് ഇസ് എ നാഷണൽ ക്രൈം. അതാണ് അത്ര സെൻസേഷൻ ഉള്ള റീസൺ. കാരണം ഡിപ്ലോമാറ്റിക് കാർഗോ എന്ന് വെച്ചാൽ ഓർഡർ ആയിട്ട് ആൾക്കാർക്ക് ഒരിക്കലും അത് സെൻഡ് ചെയ്യാൻ പറ്റില്ല, ഗോൾഡ് അതിൽ കൂടെ സ്മഗിൾ ചെയ്യാൻ പറ്റില്ല. അത്രയും പവേഴ്സും അത്രയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസും ഫുൾ ആൻഡ് ഫുൾ ഇതൊരു മാസ്റ്റർ ഗ്യാങ്, ഒരു ഗ്യാങ്ങിന് ഉണ്ടായാൽ മാത്രമേ, അത്രയും ഇൻഫ്ലുവൻസസ് ഒരു ഗ്യാങ്ങിന്റെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ സ്മഗിൾ ചെയ്യാൻ പറ്റൂ ഡിപ്ലോമാറ്റിക് കാർഗോ. അന്ന് അവിടുത്തെ കസ്റ്റംസ് എല്ലാവരും ഒരു കാര്യം ചിന്തിച്ച്, ഇങ്ങനെ നമ്മൾ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് കാർഗോ എപ്പോഴും ഇങ്ങനെ ഇഷ്ടംപോലെ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ അവര്. അപ്പൊ ഇത്രയും കാലം അവർ അയച്ച ഡിപ്ലോമാറ്റിക് കാർഗോയില് എത്രമാത്രം ഗോൾഡൊക്കെ സ്മഗിൾ ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ ഒരാൾ പോലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതാണല്ല ഇങ്ങനെ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ ഗോൾഡ് സ്മഗിൾ ചെയ്യുന്നത്. കാരണം ഇവരെ പ്ലാൻ, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് ഇന്ത്യ പ്ലാനിങ് ചെയ്ത ആള് ആക്ച്വലി നമ്മളെ മണി ഹൈസിലെ പ്രൊഫസർ പോലെ തന്നെയാണെന്ന് എനിക്ക് പറയാം. അത്രയ്ക്കൊരു ബ്രില്യൻ്റ്ലി പ്ലാൻഡ് ആയിരുന്നു അത്. പക്ഷെ ഒരേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവരാരോ ഒറ്റിക്കൊടുത്തു. ആ റീസൺ കൊണ്ടാണ് ഡിപ്ലോമാറ്റിക് കാർഗോ എന്ന് അവർക്ക് പിടിക്കപ്പെട്ടത്. അല്ലാത്ത പക്ഷെ ഒരിക്കലും ആരും ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസും അല്ലെങ്കിൽ അവിടുത്തെ ഒരാൾ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ ഒരു ഗോൾഡ് സ്മഗിൾ ചെയ്യുന്നത്. സോ അത്രയ്ക്ക് ഒരു ബ്രില്യൻ്റ്ലി പ്ലാൻഡ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഡൂംസ്ഡേ തുടങ്ങിയെന്ന് വേണ്ടിക്ക് പറയാം. ഈ മൊത്തം ഗ്യാങ്ങിന്റെ ഡൂംസ്ഡേ തുടങ്ങി ആ ദിവസം ജൂലൈ 5, അതായത് ആ സൺഡേ മുതൽ ആ ടൈം മുതൽ ഡിപ്ലോമാറ്റിക് കാർഗോ ഗോൾഡ് കണ്ടുപിടിച്ച് മുതൽ അവരുടെ ഡൂംസ്ഡേ തുടങ്ങി. പിന്നെ ഈ ഡിപ്ലോമാറ്റിക് കാർഗോ റിസീവ് ചെയ്യേണ്ടിക്ക് ഒരു ഗവൺമെന്റ് പെർമിഷൻ, ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ വേണം. സോ അങ്ങനെ ഇരിക്കെ ഈ സരിത് നായർ എന്ന് പറഞ്ഞൊരു ആള്, ആ പെർട്ടിക്കുലർ പേഴ്സൺ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഫേക്ക് ID യൂസ് ചെയ്ത് ആ ഡിപ്ലോമാറ്റിക് കാർഗോ റിസീവ് ചെയ്യാൻ വന്നത്. ഈ ഡിപ്ലോമാറ്റിക് കാർഗോ റിസീവ് ചെയ്യേണ്ടിക്ക് ഈ ഗവൺമെന്റ് പെർമിഷൻ ഒഫീഷ്യൽസ് അവരുടെ പ്രൂഫ് ഒക്കെ വേണം. അപ്പൊ ആ ഫേക്ക് പ്രൂഫ് ഒക്കെ അവർ പ്രോപ്പർലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അവർ എയർപോർട്ടിൽ ചെന്നു. ഈ സരിത് നായർ എന്ന് പറഞ്ഞ ആള് അവർ എയർപോർട്ടിൽ ചെന്ന് ഡിപ്ലോമാറ്റിക് കാർഗോ റിസീവ് ചെയ്യുന്ന ഗവൺമെന്റ് ഒഫീഷ്യലാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഡൗട്ട് അടിച്ചു. നേരെ കസ്റ്റംസ് അയാളെ അറസ്റ്റ് ചെയ്തു. എനിക്ക് കുറെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ കസ്റ്റംസിന് മനസ്സിലായി ഇത് ഇവരെ കയ്യിലൊന്നും ഒതുങ്ങുന്ന സംഭവമല്ല എന്ന്. നേരെ ഇവര് NIA ഹാൻഡ് ഓവർ ചെയ്തു. അതിനുശേഷം ഈ NIA അവര് ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് ഈ സരിത് നായരിനെ NIA ഒഫീഷ്യൽസ് ക്വസ്റ്റ്യൻ ചെയ്തു. സോ അന്നേരം ഇയാളൊരു പേര് പറഞ്ഞു, അതായത് ഇതിന്റെയൊക്കെ പിന്നിലൊരു ലേഡിയാണ്, ഇതിന്റെയൊക്കെ മാസ്റ്റർ പറയുന്ന ഒരു ലേഡിയാണ്. ആ ലേഡിന്റെ പേര് സ്വപ്ന സുരേഷ്. സോ ഇവർക്ക് സ്വപ്ന സുരേഷ് ആരെന്ന് മനസ്സിലായില്ല. സോ ഡീറ്റെയിൽ കുറച്ചും കൂടി ചോദിച്ചു. അന്നേരം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇയാളെ കൂടെ UAE കൗൺസിലിൽ വർക്ക് ചെയ്തൊരു ലേഡിയാണ്. ഇപ്പൊ പ്രസന്റ്ലി അവര് നമ്മുടെ കേരള IT ഡിപ്പാർട്ട്മെന്റിലെ സ്പേസ് പാർക്കിന്റെ ഓപ്പറേഷൻ മാനേജർ കൂടിയാണ്. സോ ഓവറോൾ ഇവരെ പേരിൽ ഒരു ക്രിമിനൽ കേസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഔട്ട്ലുക്ക് നോക്കിയപ്പം ഇവരുടെ പേരിൽ ഒരു കേസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ക്രിമിനൽ കേസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്ലീൻ ലേഡി ആയിരുന്നു. എല്ലാവരും ഒരു പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ ഇവര് പക്ക ഒരു ക്ലീൻ ലേഡി ആയിരുന്നു. ഒരു ബ്ലാക്ക് മാർക്സ് ഒന്നുമില്ല. അതുപോലെ അതിന് CM, അതായത് ചീഫ് മിനിസ്റ്ററിന്റെ ഡയറക്ട്ലി വർക്ക് ചെയ്യുന്ന അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഈ IT ഡിപ്പാർട്ട്മെന്റില്. സോ അങ്ങനെ എനിക്ക് ഒരു ബ്ലാക്ക് മാർക്സ് ഒന്നും വീണിട്ടില്ല ആ ലേഡിന്റെ മുകളില്. സോ ഇങ്ങനെ ഒരു ഫോൾസ് അക്യൂസേഷൻ അവർ കരുതി. ഈ സരിത് നായർ പറഞ്ഞൊരു ഫോൾസ് അക്യൂസേഷൻ ആണെന്ന് വിചാരിച്ച് അവര് ആ ലേഡിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഈ സ്വപ്ന സുരേഷിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ അവരുടെ ഫോൺ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരാളുടെ ഫോൺ, അവരുടെ ഹസ്ബൻഡിന്റെ ഫോൺ ഈവൻ സ്വിച്ച് ഓഫ് ആയിരുന്നു. സോ അവർക്ക് ജസ്റ്റ് ഒരു ഡൗട്ട് അടിച്ചു. സോ അവര് ഡയറക്റ്റ്ലി അവര് വീട്ടിൽ പോയി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് കൺഫേം ചെയ്യാൻ, ക്ലാരിഫൈ ചെയ്യാൻ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ പങ്കുണ്ടോ അങ്ങനെ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വീട്ടിൽ ചെന്നു. അവൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ എന്ന് വെച്ചാല് ഇവരാരുമില്ല.
ഈ സ്വപ്ന സുരേഷ് ഹസ്ബൻഡ് മക്കൾ ആരുമില്ല അവിടെ, അവർ ഒളിവിൽ പോയിരിക്കുകയാണ്. സോ അങ്ങനെ എനിക്ക് അവർക്ക് ഡൗട്ട് കൂടുതൽ അടിച്ചു തുടങ്ങി. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു പങ്കില്ലാണ്ട് ഇവർ ഇങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് അവരെ ചിന്തിച്ചു. സോ കുറച്ചുകൂടി ഡീപ്പായി അന്വേഷിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരു ഹൈലി ഇൻഫ്ലുവൻസ് ലേഡിയാണ്. ഭയങ്കര ബിഗ് ഷാർക്സ് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ ഹൈലി ഇൻഫ്ലുവൻസ് ബിസിനസ്മാൻസും പൊളിറ്റീഷ്യൻസ്മാരും അങ്ങനെയൊക്കെ ഒരു വളരെ ഹൈലി ഇൻഫ്ലുവൻസ് കോൺടാക്ട് ഉള്ള ഒരു ലേഡിയാണ് ഈ സ്വപ്ന സുരേഷ്. സോ ആ ലേഡിയെ കുറിച്ച് മുന്നേ വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഡീപ്പായി അന്വേഷിച്ചപ്പോൾ ഒരു ക്രിമിനൽ കേസ് വരെയുള്ള ഒരു ലേഡി ആയിരുന്നു, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പോലെയുള്ള ഒരു ലേഡി ആയിരുന്നു ഇത്. സോ അങ്ങനെ എനിക്ക് ഇവര് സ്വപ്ന സുരേഷിനെ ചേസ് ചെയ്ത് തുടങ്ങി. അതായത് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചേസ് ചെയ്ത് തുടങ്ങി. ഇവർക്ക് ആരും ഒരു ലൊക്കേഷൻ കിട്ടിയില്ല. അന്നേരം ഒരു ഇൻഫർമേഷൻ കിട്ടി ഇവർ ഓൺ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതായത് കാരണം ഇതിന് മുന്നേ അവര് മുൻകൂർ ജാമ്യം കോർട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, ഹൈക്കോർട്ടിലേക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഫ്ലോപ്പായി, അത് റിജക്ട് ചെയ്തു ഹൈക്കോർട്ട്. സോ അത് റിജക്ട് ചെയ്തുകൊണ്ട് ഇവര് നേരെ എന്ത് ചെയ്തു, നമ്മളെ ന്യൂസ് മീഡിയയിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു. അതായത് ഞാൻ ഇതിൽ ഇന്നസെന്റ് ആണ്, എനിക്കിതൊരു പാട്ടൊന്നുമില്ല, എന്റെ മേലെ ഫോൾസ് അക്യൂസേഷൻ ആണ് പറയുന്നത്, സോ ഞാൻ കംപ്ലീറ്റ്ലി ക്ലീൻ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വാദിച്ചു. സോ അതൊന്നും വില പോയില്ല. അപ്പൊ അതൊന്നും വില പോവാത്ത കാരണം ഇവർ എസ്കേപ്പ് ആകാൻ നോക്കി. ഇവരെ പ്ലാൻ എന്താ വെച്ചാല് ബാംഗ്ലൂരിൽ നിന്ന് തായ്ലാൻഡിലേക്ക് പോവാ. അവിടെ ഇവരെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ ഒരു റിസോർട്ട് ഉണ്ട്. സോ അവിടേക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് കാരണം എന്ന് വെച്ചാല് ഇവര് ഈ ലേഡിയുടെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ട് നമുക്ക് മനസ്സിലാണ്ടിരിക്കുക. അതായത് ഇവര് ട്രിവാൻഡ്രം എന്ന സ്ഥലം ഇപ്പം കൊറോണ വൈറസിന്റെ ഇത് കാരണം കമ്മ്യൂണിറ്റി സ്പ്രെഡ് സ്റ്റാർട്ട് ചെയ്ത കാരണം അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടന്നുകൊടുക്കുക. സോ എല്ലാ ഏരിയയിലും പോലീസുകാരുണ്ടാവും. ആ ഡിസ്ട്രിക്റ്റിൽ പോകണ പെർമിഷൻസും ഒക്കെ വേണം. പോലീസിന്റെ ഏതൊരു സ്ഥലത്ത് കൂടെ പോയാലും പോലീസ് ഉണ്ടാവും. അപ്പൊ അവര് ചെക്കിങ് കഴിഞ്ഞ് പോകാൻ പറ്റുമോ? സോ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിന്ന് അവര് ഓൺ റോഡ് ബൈ കാറ് ട്രിവാൻഡ്രം ടു കർണാടക, അതായത് ബാംഗ്ലൂർ വരെ ട്രാവൽ ചെയ്തു. ഒരാൾക്ക് ഒരു ഡൗട്ട് പോലും തോന്നിക്കാത്തത്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇവർക്ക് എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന്. ഈ സ്വപ്ന സുരേഷിനെ കുറിച്ചൊരു കൂടുതൽ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ പിന്നെ പറയുന്നതാണ്, ഒരു അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സോ അപ്പൊ അങ്ങനെ ഒരു സിനിമാറ്റിക് മൂവ്മെന്റ് പോലെയായിരുന്നു, ഒരു സിനിമാറ്റിക് വേയിലായിരുന്നു ഇവർ ചേസ് ഉണ്ടായിരുന്നത്. ഒരു സിനിമാറ്റിക് ഒരു മൂവി ക്യാറ്റ് ആൻഡ് മൗസ് പോലീസ് ചേസ് പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ NIA സ്വപ്ന സുരേഷിനെ പിടിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല് ഇവര് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇവരെ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഇവരെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഫോൺ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ആയിരുന്നു, എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സോ അവർ ഈ സ്വപ്ന സുരേഷ് ബാഡ് ലക്ക് എന്നും പറയാം, ഈ NIA ഗുഡ് ലക്ക് എന്നും പറയാം. ആക്സിഡന്റലി ഇവരെ മോള്, അതായത് സ്വപ്ന സുരേഷിന്റെ മകള് അവരെ ഫോൺ ഓൺ ചെയ്തു, എന്തിനോ വേണ്ടി ഫോൺ ഓൺ ചെയ്തു. സോ ആ സമയത്ത് അവർക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റി. സോ ആ ലൊക്കേഷൻ വെച്ച് അവർ ട്രേസ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ബാംഗ്ലൂരാന്ന് ഇവർക്ക് NIA മനസ്സിലായി. സോ ഇവര് ബാംഗ്ലൂർ ചൂസ് ചെയ്ത കാരണം എന്ന് വെച്ചാൽ ബാക്കി കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിലും ഇവർക്ക് പോകാൻ പറ്റില്ല, എയർപോർട്ട് വഴി ഒന്നും പോകാൻ പറ്റില്ല. കാരണം ഇവരുടെ ഫേസ് എല്ലാ മീഡിയ വഴിയും ഫേമസ് ആയതാണ്. ഇവരെ ഫേസ് വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ, സോഷ്യൽ മീഡിയയും ന്യൂസ് മീഡിയയും മൊത്തം എല്ലാ മലയാളികൾക്കും, ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം ഇവരുടെ ഫേസ്. സോ അങ്ങനെ ഇവർക്ക് എവിടെയും കേരളത്തിൽ എവിടെയും ഒരു ഹോട്ടലിൽ പോലും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവര് നേരെ ബാംഗ്ലൂർ ഓപ്റ്റ് ചെയ്തു. ബാംഗ്ലൂർ ഹോട്ടൽ, കർണാടക ആയിട്ട് അധികം ആയിരിക്കും അറിയലുണ്ടാവില്ല ഈ ഒരു ഇഷ്യൂ. സോ അവർ ബാംഗ്ലൂർ ഹോട്ടലിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബൈ കാറാണല്ലോ വന്നത്, ജസ്റ്റ് ഒരു ടയർഡ്നെസ് തീർക്കാൻ വേണ്ടി അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹോട്ടൽ റൂം എടുത്തു. അവിടെ പോയപ്പം എല്ലാം കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അവർ വിചാരിച്ചു അവര് ഫൈനലി എസ്കേപ്പ് ചെയ്യാൻ പറ്റി, എല്ലാ പ്ലാനും പെർഫെക്റ്റ്ലി നടന്നു. സോ അവിടെ ഒരു ട്വിസ്റ്റ് വന്നു. ഈ NIA ഒഫീഷ്യൽസ് അവരെ പിറകെ തന്നെ ബാംഗ്ലൂർ എത്തി. ഇവര് പോലും അറിയാണ്ട് ഇവര് പോലും അറിഞ്ഞില്ല ഇവര് പിറകെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. സോ അവര് എല്ലാം കാമായി അവര് പ്ലാൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണെന്നൊക്കെ മനസ്സിലായപ്പോ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്വപ്ന സുരേഷ്. അന്നേരമാണ് ഇവരുടെ റൂമിലെ ഡോറിൽ ഒരു മുട്ടല്, ഒരു 2 മുട്ട നോക്ക്. അപ്പൊ ഇവര് ജസ്റ്റ് തുറന്നു നോക്കി. അന്നേരം അവിടെ സംഭവിച്ച റിയാക്ഷൻ സ്വപ്ന സുരേഷ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഷോക്ക് ആയിരുന്നു സ്വപ്ന സുരേഷ്. കാരണം മൊത്തം NIA ഒഫീഷ്യൽ ഓഫീസേഴ്സ് ഒക്കെ അവിടെ ഫുൾ ഉണ്ടായിരുന്നു. ആ ഒരു ഹോട്ടലിൽ സറൗണ്ട് ചെയ്തിട്ട് NIA ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. സോ അവിടുന്ന് അറസ്റ്റ് ചെയ്തു, അവർ കൊണ്ടുപോയി. പിന്നെ അവിടെ ആ ബാംഗ്ലൂർ കോർട്ടിൽ ഹാജരാക്കിയിട്ട് അവിടുന്ന് പെർമിഷൻ എടുത്തു കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫർദർ ക്വസ്റ്റ്യനിങ്ങിന് വേണ്ടിയിട്ട്. സോ ബാക്കി പിന്നെ നടന്നത് നമ്മൾ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം എന്താ സംഭവിച്ചെന്ന്. പിറകെ തന്നെ ഒരു ടെയിലായി ഫുൾ മീഡിയാസ് TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ടെയിൽ ചെയ്ത് പോയി. സോ പിന്നെ ഈ സ്വപ്ന സുരേഷിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വേറെയും കുറെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ പങ്കുണ്ടെന്ന് മനസ്സിലായി. ഈ സത്യത്തിൽ ഈ സ്വപ്ന സുരേഷ് വീണ്ടും കുറെ NIA
ക്വസ്റ്റ്യൻ ചെയ്തപ്പം ഒരുപാട് പേർക്ക്, ഒരുപാട് ഹയർ ഒഫീഷ്യൽസ് ഉള്ള ആൾക്കാർക്കും ഫെയിമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഒരു പേര് വന്നതെന്ന് വെച്ചാല് നമ്മളെ പ്രിൻസിപ്പൽ, ചീഫ് മിനിസ്റ്റർ ഓഫീസിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയ M. ശിവശങ്കർ എന്ന് പറഞ്ഞ ആള്. അതായത് ഒറ്റ നോട്ടിൽ നോക്കാൻ ഭയങ്കര എന്താ പറയുക, നല്ലൊരു പെർഫെക്റ്റ് IAS ഓഫീസറാണ്. അപ്പൊ ആ ഒരു രീതിയൊക്കെ നോക്കും, കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലീൻ ആണ്. നോക്കുമ്പോ ഈ M. ശിവശങ്കറിന് ഇതൊരു പ്ലേ ഉണ്ടായിരുന്നു, ഈ ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ ഒരു പാർട്ടായിരുന്നു. പിന്നെ UAE ഉള്ള വേറൊരു ബിസിനസ്മാൻ, അങ്ങനെ പല ഒരുപാട് ആൾക്കാരെ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചിലപ്പോൾ ഒരുപാട് പേര് വരും. സോ ഇപ്പൊ ഫർദർ ക്വസ്റ്റ്യനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച്. ഇനിയും ഏതൊക്കെ ആൾക്കാർ കൊടുക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയുള്ള ഇപ്പൊ ഒരു റീസൺ എന്ന് വെച്ചാൽ ഈ M. ശിവശങ്കരനും അവരൊക്കെ മീൻസ് ഈ ചീഫ് മിനിസ്റ്ററിന് ഡയറക്ട്ലി അണ്ടർ വർക്ക് ചെയ്തതാണ് സ്വപ്ന സുരേഷൊക്കെ. അപ്പൊ ഒപ്പോസിംഗ് പാർട്ടീസൊക്കെ ഇപ്പം പറയുന്നത് വെച്ചാല് നമ്മുടെ ചീഫ് മിനിസ്റ്ററിനും ഇതിൽ പങ്കുണ്ട്. കാരണം നേരെ ഡയറക്ട്ലി അണ്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, ചീഫ് മിനിസ്റ്റർ ഓഫീസിലെ കുറെ പേർക്കൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒപ്പോസിംഗ് പാർട്ടീസിലെ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ഇതിന്റെ മെയിൻ പ്ലാനർ, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അതായിരിക്കും ഇപ്പൊ ഫുൾ എല്ലാ പാർട്ടീസ്, ഒപ്പോസിംഗ് പാർട്ടീസൊക്കെ ഫുൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഈ കൊറോണ പാൻഡമിക്കില് കൊറോണ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാണ്ട്, മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലും ഫോളോ ചെയ്യാനാണ് പ്രൊട്ടസ്റ്റ് നടക്കുക. അതും ഇപ്പം കമ്മ്യൂണിറ്റി സ്പ്രെഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ കേരളത്തില്. സോ അങ്ങനെയുള്ള ബുദ്ധിമോശമാണ് ഇപ്പൊ നമ്മൾ ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈലി വൾണറബിൾ ആണ് നമ്മള്. ഏതൊരാളും അത് മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കൂടി ഫോളോ ചെയ്യില്ല എന്ന് വെച്ചാൽ ഹൈലി റിസ്ക് ആണല്ലോ. സോ അങ്ങനെയുള്ള സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. എന്തിനു നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം? പ്രൊട്ടസ്റ്റ് ചെയ്യരുത് ഞാൻ പറഞ്ഞില്ല, വി ക്യാൻ പ്രൊട്ടസ്റ്റ്, ബട്ട് നമ്മൾ ആ പ്രോപ്പർ ഇതൊക്കെ ഫോളോ ചെയ്യണം. കൊറോണ പീരീഡ് ആയിട്ട് ആ ഒരു റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം. സോ ഇനി നമുക്ക് നോക്കാം ഇനി ആർക്കൊക്കെ പേരൊക്കെ വരുന്നു. ഇപ്പൊ നമുക്ക് കറക്റ്റ് അറിയില്ല ചീഫ് മിനിസ്റ്റർ ഇതിൽ പാട്ടുണ്ടോ ഇല്ലെന്ന്. NIA ഒഫീഷ്യൽസ് ക്വസ്റ്റ്യൻ ചെയ്ത് വരികയാണ്, ഓരോരുത്തരായി ക്വസ്റ്റ്യൻ ചെയ്ത് വരുവാണ്. സോ നമുക്കിപ്പോ ഒരു ഉറപ്പില്ല ചീഫ് മിനിസ്റ്റർ ഇതിൽ പങ്കുണ്ടോ ഇല്ലേന്ന്. ഇത് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ സംഭവിച്ചെന്ന് വെച്ചിട്ട് ചീഫ് മിനിസ്റ്ററിന്റെ പങ്കുണ്ടാകണമെന്നൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ അറിയാണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. സോ നമുക്ക് നോക്കാം പങ്കുണ്ടോ ഇല്ലെന്ന്, ആർക്കൊക്കെ ഇനി ഇതിൽ പങ്കില്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഐ ഹോപ്പ് എവരിവൺ എൻജോയ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ വേണ്ടി സ്റ്റേ ട്യൂൺ ടു ദി നട്ട്ഷെൽ. ആൻഡ് അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് മീ അഞ്ജൽ ബൈ സൈനിങ് ഫ്രം ദി നട്ട്ഷെൽ.